ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ അനിയത്തിയുടെ പിള്ളേരിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അവരെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് 4 പിള്ളേരാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 പെണ്ണും ഒരാണും. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്ന് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിലുണ്ട്. ഇവർ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് പോകും. പിന്നെ ഞാനും മോനും മാത്രമാവും. ഞാൻ അങ്ങനെ ചായയൊക്കെ കുടിച്ച് രാവിലെ ആകുമ്പോൾ കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞിക്ക് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. സാറ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറ് വിളിച്ചു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ സാറ് ദാണ്ട് 2-3 സാധനങ്ങൾ യാസിക്ക് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇത് എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അവിടെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ മുന്തിരിയല്ല, വേറെ എന്തൊരു ഫ്രൂട്ട്. പുളിപ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ലഡു ആണെന്ന് പറഞ്ഞാണ് മേടിച്ചുകൊണ്ട് വന്നത്. തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ലഡു അല്ല, ലിക്വിഡ് പോലത്തെ സാധനം. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമൊക്കെ ഉണ്ട്. പിന്നെ യാസിക്ക് പേട ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവന് പേടയും മേടിച്ചുകൊണ്ട് വന്നു. യാസി അതെല്ലാം എടുത്ത് ഓരോന്നെടുത്ത് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. ഞാനും അതിൽ നിന്നൊരു ഫ്രൂട്ട് എടുത്ത് കഴിച്ചു. ഇതുവരെയ്ക്കും കഴിക്കാത്തൊരു ഫ്രൂട്ടല്ലേ, അപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും എടുത്ത് കഴിച്ചു. ചെറിയൊരു പുളിപ്പുണ്ട്, മധുരമുണ്ട് കേട്ടോ. ഫ്രൂട്ടിൻ്റെ പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പോയിട്ട് വന്നപ്പോൾ ചിക്കൻ മേടിച്ചു വന്നു. അപ്പോൾ യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ നോക്കിയിട്ട് ഞാനൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, ദം ബിരിയാണി. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കനിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് സവാള, പിന്നെ 2 ചെറിയ തക്കാളി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, തൈര് ഇടും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ തൈരില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. പിന്നെ നെയ്യ് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മല്ലിയില ഇട്ടിട്ട്, എണ്ണയൊന്നും ഒഴിക്കണ്ട, ഇത് അതോടെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. 3/4 വേവാകുമ്പോൾ വേവിച്ച് വെച്ച ചോറും ഇട്ട്, പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പും ഉള്ളി എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് മല്ലിയിലയും കൂടെ ഇട്ട് ദം ചെയ്തെടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതി. നെയ്യ് ഒഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിൽ എസൻസ് ഒഴിച്ചത് കണ്ടില്ലായിരുന്നു വീഡിയോസിൽ. അപ്പം ഞാൻ ഒരിത്തിരി പോലെ എസൻസ് ഒഴിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ യാസിക്ക് ചിക്കൻ വറുത്തത് വേണമെന്ന് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഞാൻ 5-6 പീസ് എടുത്ത് അവന് വറുത്തും കൂടെ എടുത്ത്. അപ്പോൾ ഇതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. യാസിക്ക് ഞാൻ കഴിക്കാൻ കൊടുക്കുന്നു. എനിക്കത്ര ടേസ്റ്റ് പോലെ തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.